ബഹുമാനപ്പെട്ട സാദിഖലി തങ്ങൾ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഞാൻ ശരിക്കും പറഞ്ഞൊരു പകരക്കാരനാണ്. അപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിയാണ് ഞാൻ നദീർ വിളിച്ചിട്ട് മലപ്പുറത്ത് യൂത്ത് ലീഗിന്റെ ഒരു പരിപാടിയുണ്ട്, വരാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. പിന്നീട് നാസറും അതുപോലെ തന്നെ ഖലീലൊക്കെ വിളിച്ചു. അപ്പൊ പറഞ്ഞ മതസൗഹാർദ്ദ പരിപാടിയാണ്. ഞാൻ ആരാണ് ഇത് നടത്തുന്നതെന്ന് ചോദിച്ചു. അപ്പോ ശിഹാബുൽ തങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾക്കറിയാം ഒരു കാലിന് തീരെ വയ്യ. ഞാൻ പറഞ്ഞു, എൻ്റെ കാല് കുറച്ച് പ്രശ്നമായിട്ടിരിക്കുകയാണ്, എന്നാലും ഞാൻ വരാം. കാരണം അർഹതപ്പെട്ടവർ നടത്തുന്ന പരിപാടികളിൽ പങ്കെടുക്കേണ്ടത് ഒരു കലാകാരന്റെ ധർമ്മമായിട്ടാണ് ഞാൻ കാണുന്നത്. മതസൗഹാർദ്ദം എന്നത് പറയാൻ വളരെ എളുപ്പമാണ്, അത് പ്രാവർത്തികമാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് പ്രാവർത്തികമാക്കിയൊരു മണ്ണാണ് കോട്ടക്കലിൻ്റെത്. ഇത് ഞാൻ കോട്ടക്കൽ വന്നിട്ട് പറയണില്ല, ഞാൻ എവിടെ വന്നാലും ഞാൻ തുറന്ന കാര്യം പറയും. കാരണം 1992 ഡിസംബർ 6 അറിയാം. ഞാൻ പ്രത്യേകിച്ച് ആ സംഭവമൊന്നും വിശദീകരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, ഉണ്ടായ സംഭവങ്ങളല്ല. അന്ന് ഇന്ത്യയിലെ മതസ്പർദ്ധ ആളിക്കത്തി നിൽക്കുന്ന സമയത്ത്, പരസ്പരം പോരടിക്കുന്ന സമയത്ത്, കേരളത്തിൽ ഒരു മതസ്പർദ്ധയും ഉണ്ടാക്കാതെ രക്ഷകരായി വന്നവരാണ് പാണക്കാട് തങ്ങൾ കുടുംബക്കാർ. അപ്പോ അതിലൊരു അംഗം നയിക്കുന്ന ഈ യാത്രയിൽ പങ്കെടുക്കുക എന്നത് ഒരു പുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ തന്നെ കോട്ടക്കൽ എന്ന് പറയുമ്പോൾ കോട്ടക്കൽ ആരോഗ്യശാല ആണല്ലോ വരുന്നത് നമ്മുടെ മനസ്സിലേക്ക്. അപ്പൊ അതാണ് നേരത്തെ മതസൗഹാർദ്ദം എന്നത്, അതിന്റെ അർത്ഥം എന്താണെന്ന് കാണിച്ചു തന്ന ഒരു പറ്റം ജനങ്ങൾ. അവരുടെ മുന്നിൽ പ്രസംഗിക്കാൻ 2 വാക്ക് പറയാൻ യാത്രയെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ എന്ത് കാര്യങ്ങൾ തുറന്നു പറയുന്നൊരു മനുഷ്യനാണ്. ഒരിക്കല് CH മുഹമ്മദ് കോയ കോളേജ് തിരുവനന്തപുരത്ത്, ആ പിള്ളേർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ചേട്ടാ ഞങ്ങളുടെ കോളേജിന്റെ ഇനോഗ്രേഷനാണ്, ചേട്ടനാണ് ഇനോഗ്രേഷൻ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു, ഞാൻ വരാം. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞു, ചേട്ടാ കറുത്ത ഷർട്ട് ഇട്ട് വരണം. എനിക്ക് കറുപ്പ് വളരെ ഇഷ്ടമാണ്, ഞാനും കറുത്തതാണ്, പിന്നെ കറുത്ത ഷർട്ട് ഇട്ടില്ലെങ്കിൽ തന്നെ കറുപ്പാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വരാം. അവരും ഫുൾ കറുപ്പാണ്, കാരണം ഫൈനലിയേഴ്സ് ഫുള്ള് കറുപ്പാണ്. അപ്പൊ അതിന്റെ പേര് ചേട്ടന് കറുപ്പ് ഇടണമെന്ന് പറഞ്ഞു. ഞാനും ഇട്ടു ചെന്നു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോ ഞാൻ ന്യൂസ് കാണാതിരുന്നിട്ട് CH മുഹമ്മദ് കോളേജിലെ പിള്ളേര് തീവ്രവാദികളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു TV ന്യൂസ് ചാനലിലൂടെ പറയുകയാണ്. ന്യൂസ് ചാനൽ ഏതാണെന്നൊന്നും ഞാൻ പറയുന്നു. അപ്പോ ഞാൻ ആദ്യമായിട്ട് നമ്മുടെ സാദിഖലി തങ്ങൾ വെച്ച കണത്ത് ഒപ്പിയെടുത്തങ്ങോട്ട് വെച്ചു. ഒരു കറുത്ത കോട്ട് ഇട്ട് അവിടെ TV-യിലെ കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു രൂപമാണ് ഒരുത്തനെ മുസ്ലിം ആക്കണമെങ്കിൽ ഞാൻ മുസ്ലിമാണ്. അപ്പോ അതിനിടയിൽ കുറച്ച് പേര് ഇങ്ങനെ വന്നിട്ട്, ഫേസ്ബുക്ക് ഉണ്ടല്ലോ, ഇപ്പൊ ആർക്കും ആരെയും തെറി പറയാം. അപ്പൊ എൻ്റെ പേരൊക്കെ മാറ്റി, അതോടുകൂടി സലിം K ഉമ്മർന്നാക്കി. അപ്പോ എന്നോട് പറഞ്ഞു, എവിടെയാ മലപ്പുറത്ത് പോയി സുന്നത്ത് ചെയ്ത് ഇതാവാൻ പറഞ്ഞു, മുസ്ലിം ആവാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് സുന്നത്ത് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ ആൾറെഡി സുന്നത്തിടാണ്. എല്ലാവരും വിചാരിക്കുന്നത് സുന്നത്ത് ചെയ്താലേ മുസ്ലിം ആവാൻ പറ്റുള്ളൂ. എനിക്കറിയില്ല, കാരണം സുന്നത്തിന് ഒരു ശാസ്ത്രീയമായിട്ടൊരു വശം മാത്രമുള്ളത്. അത് ശുദ്ധിയുടെ അല്ലേ, ശുദ്ധിയുടെയും വൃത്തിയുടെയും വെടിപ്പിന്റെ 1000 ചില്ലാൻ കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ 2 മക്കള് ജനിച്ചപ്പോഴും ഞാൻ പറഞ്ഞു സുന്നത്ത് ചെയ്തേക്കാൻ.
അത് വൃത്തിയുടെ ഭാവമാണ്. അല്ല അതായത് മുസ്ലിം ആവോ, തൊപ്പി വെച്ച മുസ്ലിം ആവോ, അങ്ങനെ രൂപം കൊണ്ട് ആളുകളെ അങ്ങനെ വേർതിരിച്ച്. എൻ്റെ പേര് തന്നെ സലീം കുമാർ. എൻ്റെ അച്ഛനിട്ടത് ആ ജാതി തിരിച്ചറിയാൻ വേണ്ടിയാണ്. എൻ്റെ അച്ഛൻ സഹോദരൻ അയ്യപ്പൻ്റെ വലിയൊരു ആരാധകനായിരുന്നു. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു പുഴയാണ്. കുറച്ച് എൻ്റെ ഗ്രാമത്തിൻ്റെ, വീടിൻ്റെ അല്ല ഗ്രാമത്തിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന വിപ്ലവകാരി ജീവിച്ചത്. ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം എന്ന് പറഞ്ഞ മനുഷ്യനാണ് സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹം ഒരു പന്തി ഭോജനം നടത്തി എല്ലാ ജാതിക്കാരെയും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പൊ അക്കാലത്തുള്ള കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക് തോന്നി തങ്ങളുടെ മക്കൾക്ക് ജാതി പേര് കേട്ടാൽ ജാതി തിരിച്ചറിയാത്ത പേരുണ്ട്. അങ്ങനെ എൻ്റെ അച്ഛൻ എനിക്കിട്ട പേര് സലീം തന്നെയായിരുന്നു. എന്നെ സ്കൂളിൽ കൊണ്ട് ചേർക്കാൻ പോയി ടീച്ചർ പറഞ്ഞ മുസ്ലിം ആണെന്ന് തെറ്റിദ്ധരിക്കുക, അതിൻ്റെ പേരൊരു കുമാറും കൂടി കെട്ടുകെട്ടുന്ന ഒരു ടീച്ചറുടെ വക സംഭാവനയാണ്. അല്ലാതെ എൻ്റെ അച്ഛനിട്ട പേര് സലീം തന്നെ. ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് പേരൊക്കെ ഉണ്ട്, ജലീലി, നൗഷാദ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട്. അപ്പോൾ ഒരു പഴയ തലമുറയിൽപ്പെട്ടവരായിരുന്നു നല്ലവർ, ഈ മതസൗഹാർദ്ദമൊക്കെ കാത്തു സൂക്ഷിച്ചാണ്. ഇപ്പം ഡിഗ്രിക്കാരും MA-ക്കാരും PhD-ക്കാരും ഒക്കെ എടുത്തിട്ട് ഒടുക്കത്തെ മതസ്പർദ്ധയാണ്. വിദ്യാഭ്യാസം കൂടുന്തോറും അന്യനെ കണ്ട തിരിച്ചറിയാതെ ആയിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ തങ്ങൾ പറഞ്ഞ പോലെ ആദാമിന്റെ മകൻ അബു എന്ന സിനിമ, ഞാൻ ആ ഷൂട്ടിംഗ് സമയത്ത് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം, ഞാൻ സലീമിനോട് ഞാനൊരു ദിവസം സ്വപ്നം കണ്ട്, സലീമേന്ന് പറഞ്ഞു, കവ സ്വപ്നം കണ്ട് എനിക്ക് പോകാൻ പറ്റുവാണ്, മക്കയിലേക്ക് പോകാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ സലീം പറഞ്ഞു, സലീം അഹമ്മദ് ഡയറക്ടർ, ഇല്ലാതെ മുസ്ലിങ്ങൾക്ക് അവിടെ പ്രവേശനമില്ല. പിന്നെ എന്നോട് സലീമാവ് പറഞ്ഞത്, അവിടെ വേണമെങ്കിൽ ഒരാളെ ഹജ്ജിന് വിടാം. അപ്പൊ ഞാൻ റെഡിയാണ്. എൻ്റെ ഒരു ആഗ്രഹം അദ്ദേഹത്തിലൂടെ തീർക്കാൻ വേണ്ടി ഞാൻ റെഡിയാണ്. ആരപ്പള്ളി. അങ്ങനെയാണ് ഞാൻ മുനീർ സാഹിബായിട്ട് ആദ്യമായിട്ട് ബന്ധപ്പെടുന്നത്. അദ്ദേഹം ഒരാളെ വിട്ടു. അദ്ദേഹം പോയി എനിക്ക് സംസം വാട്ടറും മറ്റു കാരക്കപ്പുഴ കൊണ്ടു തന്നു. ഇതെല്ലാം കഴിഞ്ഞു. അത് ഞാൻ ഇതിനു വേണ്ടി പറഞ്ഞാണ്. അതെല്ലാം കഴിഞ്ഞു. ഇങ്ങനെ ഇപ്പോൾ തങ്ങൾ പറഞ്ഞ പോലെ ഒരു വേദിയിൽ വെച്ച് ഒരു പ്രാസംഗികൻ ഇത് പറഞ്ഞപ്പോൾ ആളുകൾ കൈയടിച്ചു. രണ്ടാമത്തെ പ്രാസംഗികൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഈ സലീം കുമാർ ചെയ്തത് അത് ശരിയല്ല. അദ്ദേഹത്തിന്റെ സിനിമയിൽ തന്നെ അത് പറയുന്നുണ്ട്, അന്യന്റെ പണം കൊണ്ട് ഹജ്ജിന് പോകരുത്. അപ്പോൾ ആ ചിത്രത്തിന്റെ സന്ദേശത്തിന് എതിരായിട്ടാണ് അദ്ദേഹം ചെയ്തത്. എന്നിട്ട് അദ്ദേഹം എന്നെ നോക്കി, ശരിയല്ലേ എന്ന്. ഞാനൊന്നും മിണ്ടാൻ പോയില്ല. അടുത്തത് പ്രസംഗിക്കേണ്ടത് ഞാനാണ്. ഞാൻ ഒരിക്കലും ഞാൻ പഠിച്ചിട്ടൊന്നും പോകാറില്ല പ്രസംഗമൊന്നും. അവിടെ വെച്ച് തോന്നുന്നത് പറയുന്നു എന്ന് മാത്രമല്ല. ഇപ്പോൾ ഞാൻ നാട്ടുകാരോട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞ വളരെ ശരിയാണ്, അന്യര പണം കൊണ്ട് ഹജ്ജിന് പോകാൻ പാടില്ല. പക്ഷേ യേശുക്രിസ്തു ഞാനും തമ്മിൽ 80 തലമുറയുടെ വ്യത്യാസമുള്ളൂ. 80 തലമുറക്ക് മുമ്പ് യേശുക്രിസ്തുവിന്റെ ഫാമിലിയും എൻ്റെ ഫാമിലി ഒന്നായിരുന്നു. അതായത് നിങ്ങളുടെ ഈസാ നബിയുടെ ഫാമിലിയും എൻ്റെ ഫാമിലി ഒന്നായിരുന്നു. 2:2, 4, 4x4 16 അങ്ങനെ കൂട്ടി വരുമ്പോ 80 തലമുറക്കപ്പുറത്ത് ഒറ്റ കുടുംബമായിരുന്നു. അപ്പൊ നമ്മ തമ്മിൽ എത്ര തലമുറ വ്യത്യാസം ഉണ്ടാവും? എല്ലാവരും സഹോദരന്മാരാ, ഒരേ രക്തത്തിൽ പിറന്ന ആളുകളാ. അപ്പൊ അലവിക്കുട്ടി എന്ന് പറയുന്നത് എൻ്റെ രക്തം തന്നെയാണ്. ഞാൻ ഹജ്ജിനെ വിട്ടത് എൻ്റെ രക്തത്തെ തന്നെയാണെന്ന് എനിക്ക് അടിയുറച്ചുള്ള വിശ്വാസമുള്ളതിൻ്റെ പേരിലാണ്. അപ്പോ ഞാൻ ഒരുപാട് അതിഥികൾ സംസാരിക്കാനുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ എൻ്റെ മക്കൾ പറഞ്ഞു, അമ്മയെ അച്ഛൻ്റെ വിവാദം ഉണ്ടാക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോ വിവാദം ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞു. ആ വിളിച്ചാൽ എന്തോ ഈ സത്യങ്ങൾ പറയുന്നതിൻ്റെ പേരിലാണ്. നേരത്തെ പറഞ്ഞ പോലെ കലാകാരന്മാർ പേടിച്ചിട്ട് തന്നെയാണ് അല്പനേട്ടങ്ങൾക്ക് വേണ്ടി കണ്ണടച്ചുകളെ. അപ്പൊ എന്തിനാണ് ഈ നേട്ടങ്ങൾ? നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മളെല്ലാവരും ഓരോ വെന്റിലേറ്ററുകളാണ്. എല്ലാവരും ഈ ഞെളിഞ്ഞു നിൽക്കുന്ന ഞാനും നിങ്ങളോടൊക്കെയുള്ളവർ ഓരോ വെന്റിലേറ്ററിലാണ്. തമ്പുരൻ ആ ട്യൂബ് അങ്ങോട്ട് കട്ട് ചെയ്ത തീർന്ന് കച്ചവടം.
അപ്പൊ അതുവരെ ഒക്കെ നമുക്ക് പരസ്പരം സ്നേഹിച്ചും അന്യോന്യം ബഹുമാനിച്ചും ഒക്കെ നടക്കാം. നമ്മൾ ടൂർ പോകാറുണ്ട്. ടൂർ പോകുമ്പോൾ പരസ്പരം തല്ലൊന്നും പിടിക്കാറില്ല. നമ്മൾ ആഹ്ലാദിച്ചാണ് പോകുന്നത്. അതുപോലത്തെ ടൂറാണ്, ഒരു എക്സ്കർഷനാണ് ജീവിതം. എവിടെയോ വെച്ച് തുടങ്ങി എവിടെയോ വെച്ച് അവസാനിക്കേണ്ട ഒരു എക്സ്കർഷൻ. ആ എക്സ്കർഷൻ അടിച്ച് പൊളിച്ചു പോകണം. അവിടെ എന്ത് ഹിന്ദു, എന്ത് മുസ്ലിം, എന്ത് ക്രിസ്ത്യാനി. അതാണ് ഉള്ളൂർ പറഞ്ഞ, ഒരൊറ്റ മതമുണ്ട് ഉലകിൻ ഉയരാം സ്നേഹമതം നല്ലോ പരക്കെ നമ്മെ പാലാമൃതൊട്ടും പാർവണ ശശിബിംബം. അതാ സ്നേഹമെന്ന മതം എല്ലാവരും വിശ്വസിക്കുക. അത് ആ പാർവണ ശശിബിംബം പോലെ പാലൊളി എല്ലാവരുടെയും ജീവിതത്തിൽ പരുത്തട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് യൂത്ത് ലീഗിന്റെ ഈ യാത്രയ്ക്കും ഇവിടെ കൂടിയ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് തൽക്കാലത്തേക്ക് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മനോഹരമായ